ഹായ് ഹലോ മോംസ് സൈഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ. അപ്പോൾ എല്ലാവരും സുഖത്തോടെയും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെ ഇരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്ന് നല്ല ചൂടെന്ന് പറഞ്ഞാൽ താങ്ങാൻ പറ്റാത്ത ചൂടും അതിനുള്ള ഓരോരോ അസുഖങ്ങളും ഇങ്ങനെ ചൂട് നിമിത്തം വന്നുകൊണ്ടിരിക്കുന്നു, പനിയും പ്രയാസങ്ങളൊക്കെ. അപ്പോൾ നമുക്കിന്ന് നല്ലൊരു ഈ നോമ്പ് സമയത്തും അതുപോലെ തന്നെ ക്ഷീണം മാറ്റാനും ഒക്കെ നല്ലത് ഒരു അടിപൊളി ഒരു ജ്യൂസ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തണ്ണിമത്തൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു കുറച്ച് തണ്ണിമത്തൻ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ സീഡെല്ലാം കുരുവെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ നമ്മുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ മധുരത്തിന് ആവശ്യത്തിനുള്ള മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. അപ്പം നമ്മുടെ ആരോഗ്യം നമ്മൾ സൂക്ഷിക്കണം. അപ്പോൾ ഒരുപാട് മധുരം കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനൊരു മീഡിയം സൈസിൽ മീഡിയം മധുരം ചേർക്കുന്നുണ്ട് കേട്ടോ, ഒരുപാട് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതിന് ശേഷം ഞാനൊരല്പം ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഏലക്കയുടെ സീഡ് മതിയാവും. ഞാനിത് പഞ്ചസാരയും കൂടെ ചേർത്താണ് പൊടിച്ചേക്കുന്നത് കേട്ടോ, അതുകൊണ്ട് അത്രയും കൂടുതലായിട്ട് വന്നത്. അതിട്ട് കൊടുത്തതിന് ശേഷം ഒരല്പം മധുരത്തിന് ഇച്ചിരി പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പം നമുക്കൊക്കെ ആണെങ്കിൽ ഇത് മിൽക്ക് മെയ്ഡ് മാത്രം മതി. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അറിയാമല്ലോ, അവർക്ക് മധുരമൊന്നും പോരാതെ വരും. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി കൂടെ പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. അതിനുശേഷം അത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക. ഇനി നമുക്ക് ഒരു പീസ് മത്തൻ ഇതുപോലെ എടുത്തതിന് ശേഷം കുനുകുനാന്നൊന്ന് അരിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല തണുത്ത പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഐസ് ക്യൂബൊക്കെ വേണമെന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാൻ വയ്യാഴിക ഉള്ളത് കൊണ്ട് ഞാനങ്ങനെ ഐസ് ക്യൂബൊന്നും ഇതിലേക്ക് വലുതായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇനി അതിന് ശേഷം നമുക്കിതുപോലെ ഒരു സ്പൂണോ തവിയോ എന്തെങ്കിലും കൊണ്ട് ഈ കഷ്ണങ്ങളെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം. നല്ലതുപോലെ ചെറിയ ചെറിയ പീസായി ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടത്തക്ക രീതിയിൽ നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലി മെമ്പേഴ്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്തുകൂടെ തന്നെ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇതുവരെ എത്തിയത്. തുടർന്നും മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വലിയൊരു താങ്ക് യു. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് നമ്മൾ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന പാലും അതുപോലെ തന്നെ തണ്ണിമത്തനും ചേർത്ത് അടിച്ച് വെച്ചിട്ടില്ലേ, അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നല്ലൊരു ജ്യൂസാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഈ രണ്ടാമത് ഞാൻ കട്ട് ചെയ്തതിലുള്ള കുരുവൊന്നും അങ്ങനെ മാറ്റിയിട്ടില്ല. അപ്പോൾ ഇനി ആവശ്യത്തിനുള്ള തണുത്ത പാല് നമുക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പാല് കായ്ച്ച് നല്ലപോലെ തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്താൽ മതി. അല്ല പച്ചപ്പാൽ ഉപയോഗിക്കുന്നവരുണ്ട്, അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അത് ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള, അപ്പം നമ്മുടെ ക്ഷീണമെല്ലാം മാറ്റാൻ പറ്റിയ നല്ലൊരു ജ്യൂസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ജ്യൂസിൻ്റെയൊക്കെ ഒരു ബഹളം തന്നെ അല്ലേ, എല്ലാവരും പലതരത്തിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളും ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. നാളെ ഇതേ സമയം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും എല്ലാവർക്കും ബൈ.